കുടുംബ ജീവിതത്തിന്റെ വിശ്വസ്തത ഉപേക്ഷിച്ച് പരക്കപ്പാട് അലസതയിലും ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുടുംബത്തിന്റെ പവിത്രതയെ പോലും തകർക്കും വിധം ജീവിതത്തെ വെറുതെ വലിച്ചെറിയുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൗരോഹിത്യവും സമർപ്പിത ജീവിതവും അതിന്റെ വിലയാതെ, അതിന്റെ ആത്മാവ് അറിയാതെ വെറുതെ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഇത്? മാറിപ്പോകുന്നത് മുഴുവനും യേശുവിന്റെ ഹൃദയത്തിൽ നിന്നാണ്. മാറിപ്പോകുന്നത് മുഴുവനും അവൻ നമ്മോട് പറയുന്ന നിത്യതയെ കുറിച്ചുള്ള ആ വിശ്വാസത്തിന്റെ വാഗ്ദാനത്തിൽ നിന്നാണ്. എന്റെ ജീവിതം അത് രോഗിയാണെങ്കിലും, അത് തളർച്ചയുള്ളതാണെങ്കിലും, അത് ദാരിദ്ര്യത്തിലാണെങ്കിലും, എന്റെ കർത്താവിന് അവന്റെ കരം കൊണ്ട് എന്നെ പിടിച്ചുയർത്തുവാൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ നിന്നാണ്. 41:13 നമ്മൾ വായിക്കുന്നില്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്റെ വലത് കരം നിന്നെ പിടിച്ചിരിക്കും, നിന്നെ രക്ഷിക്കുമെന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്റെ വലത് കരം നിന്നെ പിടിച്ചിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിജയത്തിന്റെ വലത് കരം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വസിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ആഗതനായിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ തവണ വിശുദ്ധ കുർബാന കാണുമ്പോഴും കാലിലെ നീര് മാറാനും കണ്ണിലെ കാഴ്ച കൂടാനും വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്റെ ആത്മാവിനെ അല്പം കൂടി തെളിച്ചമുള്ളതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജയപരാജയങ്ങളിൽ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നീ കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വേദനിക്കുമ്പോഴും, എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും, എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടും എന്നെ തകർക്കുമ്പോഴും എന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ വിലയുള്ളൂ. ആത്മാവിനെ കണ്ടുകൊണ്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഓർക്കണമേ, വിശുദ്ധ കുർബാന അവനെ പോലെ കുരിശിലേറുവാൻ, അവനെ പോലെ രക്തം ചിന്തുവാൻ, അവനെ പോലെ തകർക്കപ്പെടുവാൻ, അവനെ പോലെ മറ്റുള്ളവർ കുതന്ത്രങ്ങൾ ആലോചിക്കുമ്പോൾ ഇടയിലൂടെ നടന്നു പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും മാടി പിടിക്കുന്നതാണ്. ഈ 40 മണി ആരാധനയിൽ